കോഴിക്കോട് കാരയാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരയാട് സ്വദേശി കെ രവീന്ദ്രൻ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. നാദാപുരത്തൊരു വീട് തകർന്നുപോയി. വീട്ടിലുള്ളവർ ഇറങ്ങി ഓടിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. മഴ കുറഞ്ഞതോടെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. അവിടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഭിജിത്ത് മുഴക്കുന്ന ഈ വിശദാംശങ്ങൾ നൽകും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ മുങ്ങിയ കണ്ണൂരിലെ സംഭവത്തിലേക്ക് പോകും. സജോ ദേവസ്യ ചേരും. ആദ്യം അഭിജിത്ത് മുഴക്കുന്ന്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ നാദാപുരത്ത് സംഭവിച്ച അപകടം അതൊരു വലിയ അപകടമായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വീട് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഈ തലനാരിഴയ്ക്ക് തന്നെയാണ് ഈ വീട്ടുകാർ രക്ഷപ്പെട്ടത്. ഈ വീട് തകരുന്നതിന്റെ ശബ്ദം കേട്ടാണ് ഈ നാണു എന്ന് പറയുന്നയാളുടെ മകൻ ഈ ഒരു ശബ്ദത്തിന്റെ വിവരം വീട്ടുകാരെ അറിയിച്ചത്. അതിനാൽ വീട്ടിലുള്ളവർ ഇറങ്ങി ഓടുകയായിരുന്നു. ഇവർ പുറത്തെത്തിയ ഉടനെ തന്നെ വീട് 2 നില വീടായിരുന്നു. വീട് മുഴുവനായി തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം. അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഒപ്പം വീടും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം ഈ കിണറിടിഞ്ഞു താഴ്ന്ന സംഭവം പേരാമ്പ്ര കാരാടാണ് ഉണ്ടായത്. ഈ ഇദ്ദേഹത്തിന്റെ പേര് കിണറുള്ള കണ്ടി കെ രവീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ വീടാണ് ഇടിഞ്ഞു താഴ്ന്നത്. അദ്ദേഹത്തിന്റെ ആൾമറ, ഈ കിണറിന്റെ ആൾമറ ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. മോട്ടോർ അടക്കം അതിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് നിലവിൽ കണക്കാക്കുന്നത്. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബ്ലൂ അലേർട്ട് നിലവിൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമീപവാസികളോട്, കുറ്റ്യാടി പുഴയുടെ സമീപത്തുള്ളവരോട് നിലവിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.